കുറച്ച് പണമാണ് കഴിഞ്ഞ 3 വർഷത്തെ എന്റെ സമ്പാദ്യം. നല്ല ചികിത്സ കിട്ടിയാൽ നിന്റെ സുഹൃത്ത് രക്ഷപ്പെടുമെങ്കിൽ അതിനുവേണ്ടി ശ്രമിക്കണം. അതിനുവേണ്ടി പണം ഉണ്ടാക്കാനാണല്ലോ നീ ഇവിടെ വന്നത്. ചികിത്സയേക്കാൾ ഒരുപക്ഷെ നിന്റെ സാന്നിധ്യം അയാൾ ആഗ്രഹിക്കുന്നുണ്ടാവും. നിങ്ങൾക്ക് രണ്ടാൾക്കും നല്ലൊരു ജീവിതം ഉണ്ടാവട്ടെ. വേണ്ട, നിങ്ങൾക്കുണ്ടായ നഷ്ടങ്ങൾക്ക് മനഃപൂർവ്വമില്ലെങ്കിലും ഞാനൊരു കാരണക്കാരിയാണ്. പിന്നെ നിങ്ങൾക്ക് എന്നോട് തോന്നിയ എനിക്ക് തിരിച്ചറിയാനാവാതെ പോയ സ്നേഹം അതും എനിക്ക് തിരിച്ചു തരാൻ കഴിയുന്നില്ല. ഇനി നിങ്ങൾക്ക് ആകെ ബാക്കിയുള്ള ഈ സമ്പാദ്യം എനിക്ക് എങ്ങനെ സ്വീകരിക്കാനാവും? ചെറുപ്പകാലം തൊട്ട് എന്റെ സ്വപ്ന രാജ്യമായിരുന്നു ചൈന. നിന്നെയാണോ നിന്നിലൂടെ ചൈനയെ തന്നെയാണോ ഞാൻ സ്നേഹിച്ചത് എന്നൊന്നും എനിക്കറിയില്ല. ഇല്ലാത്തൊരു കടബാധ്യത തീർക്കാൻ വേണ്ടി കരുതി വെച്ചിരുന്ന പണമാണിത്. അതിനിപ്പോ പ്രസക്തിയില്ലാതായി. ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ ജീവിക്കാൻ ആവശ്യമുള്ളതിൽ കൂടുതൽ പണം സൂക്ഷിക്കാൻ പാടില്ലെന്ന്. ബാക്കിയുള്ളത് കഷ്ടപ്പെടുന്നവർക്കുള്ളതാണ്. ഇപ്പോ നിനക്കാണിത് ആവശ്യം. ഇത് വാങ്ങണം.我想我们可能不会再见面了，但是我会永远记得你的。ഇനി നമ്മൾ തമ്മിൽ കാണില്ലായിരിക്കും, പക്ഷേ നിങ്ങളെ ഞാൻ ഒരിക്കലും മറക്കില്ല എന്നാണ് അവള് പറഞ്ഞത്. ആ പണം ആവശ്യമില്ലെന്ന് എന്തടിസ്ഥാനത്തിലാണ് മൂന്നേട്ടം തീരുമാനിച്ചത്? ഒരസുഖം വന്ന തിരിച്ച് നാട്ടിലെത്തി മുന്നോട്ടുള്ള ജീവിതത്തിന് ഒന്നിനും പണം വേണ്ടേ? മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നവനാണ് ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ്. എന്നെപ്പറ്റി എനിക്ക് ആശങ്കകളില്ല. അധ്വാനിക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ ഈ ലോകത്ത് എന്തിനും പരിഹാരമുണ്ടെന്ന് ഇവിടുത്തെ ജീവിതം എന്നെ പഠിപ്പിച്ചു. പിന്നെ നാട്ടിലേക്ക് വരുന്ന കാര്യം, അധ്വാനത്തിന്റെ വിലയറിയാത്ത, ഒരു ചെറിയ വിഹിതം കിട്ടിയാൽ ഏത് കടുത്ത അഴിമതിയും കണ്ടില്ലെന്ന് നടിക്കുന്ന, കടമകൾ വിസ്മരിച്ച് അവകാശങ്ങളെക്കുറിച്ച് മാത്രം സംസാരിക്കുന്ന ഒരു സമൂഹത്തിന് എന്നെ ആവശ്യമില്ല. ആവശ്യമുണ്ട്. അധ്വാനത്തിന്റെ വിലയറിയുന്ന, അവകാശങ്ങളെയും കടമകളെയും കുറിച്ച് ബോധമുള്ള, സ്വന്തം ജീവിതം കൊണ്ട് മാതൃക കാണിക്കാൻ കഴിവുള്ള നേതാവിനെ ജനങ്ങൾക്ക് ഇന്ന് ആവശ്യമുണ്ട്. ആരുടെയും നേതാവാകാൻ ഞാനിനി ഇല്ല അൻവറേ. ഇവിടുത്തെ കന്നുകാലികളുടെയും മരങ്ങളുടെയും ഒക്കെ ഇടയിൽ ഒരു വലിയ സമത്വം ഞാൻ അനുഭവിക്കുന്നുണ്ട്. ആ അർത്ഥത്തിൽ ഞാൻ സംതൃപ്തനാണ്. ഇല്ല, മുകുന്ദേട്ടൻ അങ്ങനെ ഒളിച്ചോടാനാവില്ല. ചെമ്മണ്ണൂറുകാർക്ക് വഴിതെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള ബാധ്യത മുകുന്ദേട്ടനുണ്ട്. ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ ജീവിതം അവസാനമില്ലാത്ത പോരാട്ടമാണെന്ന് മുകുന്ദേട്ടൻ തന്നെ പലവട്ടം പറഞ്ഞിട്ടുള്ളതല്ലേ. ഒഴിഞ്ഞു മാറാൻ മുകുന്ദേട്ടന് കഴിയുമോ?